ലാസ്റ്റ് ടോപ്പിക് ഇമോഷണൽ സെൽഫ് റെഗുലേഷൻ ഫ്രം ഇൻഫൻസി ടു അഡോളസൻസ്. അപ്പോൾ എങ്ങനെയാണ് പിള്ളേർ ഈ ഇമോഷണൽ സെൽഫ് റെഗുലേഷൻ അല്ലെങ്കിൽ ഹൗ ദേ റെഗുലേറ്റ് ദെയർ ഇമോഷണൽ സ്റ്റേറ്റ്, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം ഇമോഷണൽ സെൽഫ് റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ നമ്മുടെ ഇമോഷണൽ സ്റ്റേറ്റിനെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ലെവലിൽ നമ്മൾ നമ്മുടെ ഇമോഷനെ ബേസിക്കലി റെഗുലേറ്റ് ചെയ്യുന്നതിനെയാണ് അല്ല അഡ്ജസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഇമോഷണൽ സെൽഫ് റെഗുലേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി നമ്മൾ നമ്മുടെ ഇമോഷൻസിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്നത്. സോ ഇതിന് വേണ്ട ഇറ്റ് റിക്വയർസ് കോഗ്നിറ്റീവ് കേപ്പബിലിറ്റീസ്. അതിന് കുറച്ച് കഴിവ് വേണം. ഒന്ന് അറ്റൻഷൻ ഫോക്കസിങ് ആയിരിക്കണം, അതായത് കാര്യങ്ങളെ ശ്രദ്ധിക്കാൻ നമുക്ക് പറ്റണം. അതുപോലെ ഷിഫ്റ്റിംഗ്, ശ്രദ്ധിച്ചാൽ മാത്രം പോരാ, നമുക്ക് മാറ്റാൻ പറ്റണം. എബിലിറ്റി ടു ഇൻഹിബിറ്റ് തോട്ട്സ് ആൻഡ് ബിഹേവിയേഴ്സ്, നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിൽ കൊണ്ടുവരാതിരിക്കണം. പ്ലാൻ ചെയ്യണം. അതുപോലെ തന്നെ കുറച്ച് സ്റ്റെപ്സ് എടുക്കണം നമ്മുടെ സ്ട്രെസ്സിനെ മാറ്റാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം ബ്രെയിനിൽ നടക്കേണ്ടത് അല്ലെങ്കിൽ കോഗ്നിറ്റീവിൽ നടക്കേണ്ടതാണ്. ഇത് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇമോഷണൽ സെൽഫ് റെഗുലേഷൻ ഉണ്ടാകുന്നത്. ഫോർ എക്സാമ്പിൾ, ചില മനുഷ്യരില്ലേ ദേഷ്യം വരുമ്പോൾ പൊട്ടിത്തെറിക്കാതെ അവരെന്ത് ചെയ്യും, ഈ സാഹചര്യം പൊട്ടിത്തെറിക്കാൻ പറ്റുന്നതാണോ, അത് ഇപ്പോൾ പറയാൻ പാടില്ല, അവർ ഇൻഹിബിറ്റ് ചെയ്യും. ചിലപ്പോൾ അവർ പ്ലാൻ ചെയ്യും, അവരവരുടെ ദേഷ്യം മാറ്റാൻ അവർ ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക, അല്ലെങ്കിൽ ഒരു ഉള്ളി വർത്തമാനം പറയും, അല്ല ചിലപ്പോൾ നമ്മളോട് തന്നെ പറയും കാം ഡൗൺ എന്ന് പറയും. ഇല്ലെങ്കിൽ ആൾക്കാരിങ്ങനെ കൈയൊക്കെ ഇങ്ങനെ ഞെരടി പിടിക്കും. അപ്പോൾ ഇങ്ങനെ അത് ഫിസിക്കലാണ്, പക്ഷേ ഇതെല്ലാം എവിടെ നടക്കും, ബ്രെയിൻ കോഗ്നിറ്റീവ് കേപ്പബിലിറ്റിയാണ് അതെല്ലാം. സോ ഇമോഷണൽ സെൽഫ് റെഗുലേഷൻ ഇങ്ങനത്തെ കുറച്ച് കോഗ്നിറ്റീവ് കേപ്പബിലിറ്റീസ് ഉണ്ട്. ആൻഡ് വെൻ യു റിമൈൻഡ് യുവർ സെൽഫ് ദാറ്റ് ആൻ ആങ്സൈറ്റി പ്രൊവോക്കിംഗ് ഇവൻറ്റ് വിൽ ബി ഓവർ സൂൺ. ഇപ്പം നമുക്കറിയാം ദേഷ്യം അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നമ്മുടെ ആങ്കറിനെ സപ്രസ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, നമുക്കിപ്പോൾ പേടിയാണ്, ഒരു ഹൊറർ മൂവി കാണാൻ പേടിയാണ്, നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ചെയ്യാതിരിക്കും. ഇങ്ങനെ നമ്മൾ ചെയ്യാതിരിക്കുന്നത്, ദേഷ്യം വരുമ്പോൾ കൺട്രോൾ ചെയ്യുന്നത്, ഇതെല്ലാമാണ് ഇമോഷണൽ സെൽഫ് റെഗുലേഷൻ. ആൻഡ് ഇമോഷണൽ സെൽഫ് റെഗുലേഷൻ എന്ന് വെച്ചാൽ നമ്മൾ എഫേർട്ട്ഫുള്ളി വോളണ്ടറിലി നമ്മുടെ ഇമോഷൻസിനെ മാനേജ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഇമോഷണൽ സെൽഫ് റെഗുലേഷൻ. ഓക്കെ, അപ്പം നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെ. വെൻ യു വോളണ്ടറിലി, നമ്മൾ മനഃപൂർവ്വം നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് റെഗുലേറ്റ് ചെയ്യുമ്പോൾ അതിനെയാണ് ഇമോഷണൽ സെൽഫ് റെഗുലേഷൻ എന്ന് വിളിക്കുന്നത്. ദ കപ്പാസിറ്റി, ആ വേണ്ട ഒരു കേപ്പബിലിറ്റിയാണ് അല്ലെങ്കിൽ കപ്പാസിറ്റിയാണ് എഫേർട്ട്ഫുൾ കൺട്രോൾ എന്ന് പറയും. അപ്പം ദ കപ്പാസിറ്റി ഓഫ് എഫേർട്ട്ഫുൾ കൺട്രോൾ ഇംപ്രൂവ്സ് ഗ്രാജുവലി ആസ് ദ റിസൾട്ട് ഓഫ്. അപ്പം ഇതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ പ്രിഫോണ്ടൽ കോർട്ടെക്സ് നടത്തുന്ന ഒരു എഫേർട്ട്ഫുൾ കൺട്രോൾ. അപ്പം പ്രിഫോണ്ടൽ കോർട്ടെക്സും അതിൻ്റെ ഒപ്പം നമ്മുടെ കെയർ ഗീവേഴ്സും നമുക്കൊരു പെർഫെക്റ്റ് ട്രെയിനിങ് തരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇമോഷണൽ സെൽഫ് റെഗുലേഷൻ ഉണ്ടാകും. ദാറ്റ് ഹെൽപ്സ് അസ് ടു മാനേജ് ദ ഇൻറ്റൻസ് ഇമോഷൻ ആൻഡ് ടീച്ച് ദം സ്ട്രാറ്റജീസ്. അപ്പം എങ്ങനെ ഇമോഷണലി റെഗുലേറ്റഡ് ആവാമെന്നും അതിൻ്റെ സ്ട്രാറ്റജീസ് എന്താണെന്നും നമ്മുടെ പേരൻസും അതുപോലെ നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റും കൂടെ കൂടുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, സോ നൗ വിൽ മൂവ് ടു ചേഞ്ചസ് ഇൻ ഇമോഷണൽ സെൽഫ് റെഗുലേഷൻ. അത് ഓരോ പീരീഡിൽ, ഇൻഫൻസിയിൽ നമ്മൾ എങ്ങനെയാണ് ഇമോഷണൽ റെഗുലേഷൻ ചെയ്യുന്നത്, ഏർലി ചൈൽഡ്ഹുഡ്, മിഡിൽ ചൈൽഡ്ഹുഡ് ആൻഡ് അഡോളസൻസ്. ഓക്കെ, ഇൻഫൻസിയിൽ നമുക്കറിയാം റെഗുലേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറവായിരിക്കും. കാരണം എന്താണ്, അവരുടെ ഇമോഷണൽ റെഗുലേഷനെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ഇഫക്റ്റീവായിട്ട് ഫങ്ഷൻ ചെയ്യിക്കുന്ന പ്രിഫോണ്ടൽ കോർട്ടെക്സ് ഗ്രാജുവലി, പ്രിഫോണ്ടൽ കോർട്ടെക്സ് നിങ്ങൾക്കറിയാം 24 ഇയേഴ്സ് അതാണ്ടാകുമ്പോഴേ അത് കംപ്ലീറ്റ് ആയിട്ട് മച്വർ ആവത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അത് ഡെവലപ്പ് ആയിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ ഈ ബേബീസ് ടോളറൻസ് ഫോർ സ്റ്റിമുലേഷൻ ഉണ്ടായിരിക്കും, അല്ലാത്തവർക്ക് അത് ഇച്ചിരി കുറവായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് ഇൻറ്റൻസ് ആയിട്ടുള്ള ഫീലിംഗ് വരുമ്പോൾ ദേ ബിക്കം ഓവർവെൽംഡ്. അവരുടെ ചില ആക്ഷൻസൊക്കെ അവരുടെ എന്താ പറയുന്നത്, നമ്മളെ ഇങ്ങനെ എടുക്കാൻ കാണിക്കുകയും നമ്മളവരെ സൂത്ത് ചെയ്യാൻ വേണ്ടി അവർ ട്രൈ ചെയ്യുകയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ 2 to 4 months കെയർ ഗിവേഴ്സ് ബിൽഡ് എന്താ അവർ ചെയ്യുന്നത്, ഫേസ് ടു ഫേസ് ആയിട്ട് പ്ലേ ആൻഡ് അറ്റൻഷൻ ഇങ്ങനെ കൊടുക്കുമ്പോഴും അവർക്ക് ആ ഒരു ഇതൊക്കെ ഇമോഷണൽ സെൽഫ് റെഗുലേഷൻ്റെ ഒരു ബേസാണ്. 4 to 6 months എൻഗേജ് ഇൻ സെൽഫ് സൂത്തിങ് ഹെൽപ്സ് ഇൻഫൻസ് കൺട്രോൾ ഇമോഷൻ എന്ന് പറഞ്ഞാൽ അവർ തന്നെ ഷിഫ്റ്റിംഗ് ദ അറ്റൻഷൻ. അവർ സങ്കടം വരുമ്പോൾ അല്ലെങ്കിൽ അവർ വേറൊരു ടോയിലേക്ക് നോക്കും. അങ്ങനെ ദേ ദംസെൽഫ് സ്റ്റാർട്ട് ഷിഫ്റ്റിംഗ് ദെയർ അറ്റൻഷൻ ആൻഡ് എൻഗേജ് ഇൻ സെൽഫ് സൂത്തിങ്. മറ്റേത് അവർ പേരൻസിൽ നിന്ന് അവർ ആ സൂത്തിങ് എക്സ്പെക്റ്റ് ചെയ്യും, പിന്നെ അവർ സെൽഫ് സൂത്തിങ്ങിലേക്ക് പോകും. ആൻഡ് ബേബീസ് ഹു ആർ മോർ റെഡ്ലി ടേൺ അവേ ഫ്രം ഹൈലി സ്റ്റിമുലേറ്റിംഗ് നോവൽ ഇവൻറ്റ്സ്. അതുപോലെ തന്നെ പിള്ളേർ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഭയങ്കര നോവലായിട്ട് അല്ലെങ്കിൽ ഹൈലി സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള കാര്യത്തിൽ നിന്നൊക്കെ അവർ ജസ്റ്റ് മൂവ് അവേ. ഇപ്പം അവർക്ക് ഇറിറ്റേഷൻ തോന്നുന്നു, അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിൽ അവരതിൽ നിന്ന് മാറിപ്പോകും.
അതാണ് ഇപ്പോൾ ഭയങ്കര ലൈറ്റ് അങ്ങനെയൊക്കെ വരുമ്പോൾ അവർ കണ്ണ് വെട്ടിരിക്കുക. ഇതൊക്കെ എന്താണ് അവരുടെ ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി അവർ ചെയ്യുന്നത്. ഓർ എൻഗേജ് ഇൻ സെൽഫ് സൂത്തിങ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, പിള്ളേർ തന്നെ അവർക്ക് ഇഷ്ടമുള്ള പ്രവർത്തികൾ ചെയ്യും. അതായിരിക്കാം ചിലപ്പോൾ എന്താ പറയുന്നത്, ഒരു ടോയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ സെൽഫ് സൂത്തിങ് ആക്ടിവിറ്റീസിൽ അവർ എൻഗേജ് ചെയ്യും. നെക്സ്റ്റ് അവർ ഫസ്റ്റ് ഇയറിലേക്ക് പോകുമ്പോഴാണ് ക്രോളിങ് ആൻഡ് വാക്കിംഗ് എനേബിൾസ്. പിന്നെ അവരെ ആദ്യം സെൽഫ് സൂത്തിങ്, അവർ പേരൻസിൽ നിന്ന് അവരുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ ഉള്ള ട്രയൽ നടത്തും. പിന്നെ സെൽഫ് സൂത്തിങ് നടക്കും. മൂന്നാമത്തേതാണ് അവർ ക്രോളിങ് ആൻഡ് വാക്കിംഗ്. അങ്ങനെ ചെയ്യുമ്പോൾ ഇഷ്ടമല്ലാത്തതിൽ നിന്ന് അവർ പോകും, ഇഷ്ടമുള്ളതിനെ അവർ അപ്രോച്ച് ചെയ്യും. അതാണ് നെക്സ്റ്റ് ആയിട്ടുള്ള അവരുടെ ട്രെയിനിങ് അവർ ചെയ്യുന്ന ഒരു കാര്യം. നെക്സ്റ്റ് ദേ റീഡ് ദെയർ പേരൻസ് ആൻഡ് പേരൻസിൻ്റെ ഫേസ് റീഡ് ചെയ്യാൻ, ഫേസിൽ നിന്നുള്ള എക്സ്പ്രഷൻ വെച്ചിട്ട് അവർക്കറിയാം എങ്ങനെയായിരിക്കും പേരൻറ്റിൻ്റെ റിയാക്ഷൻ. അത് വെച്ചിട്ടും അവരെന്ത് ചെയ്യും, ഐദർ ദേ വിൽ അപ്രോച്ച് ദെം ഓർ ദേ വിൽ റിട്രീറ്റ്. അതാണ് ഇവിടെ കാണിക്കുന്നത്. സോ ടു എക്സ്പ്രസ് മോർ പ്ലഷർ. അപ്പോൾ ഇഷ്ടമുള്ള കാര്യമാകുമ്പോൾ അവർ കൂടുതൽ ചിരിക്കാനും, അല്ലാത്തതാകുമ്പോൾ അവർ പയ്യെ ഇപ്പോൾ കരച്ചിലാണെങ്കിൽ നമ്മളൊന്ന് നോക്കിക്കഴിയുമ്പോൾ പയ്യെ കരച്ചിൽ കുറയ്ക്കുന്നത്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഇമോഷണൽ സെൽഫ് റെഗുലേഷൻ. ഇൻ കോൺട്രാസ്റ്റ്, പേരൻസ് ഹൂ റെസ്പോണ്ട് ഇംപേഷ്യൻ്റ്ലി ഓർ ആംഗ്രിലി, ഇപ്പോൾ എന്താ പറയുക, ഭയങ്കര ദേഷ്യത്തിൽ അല്ലെങ്കിൽ ക്ഷമയില്ലാതെ വർക്ക് ചെയ്യുമ്പോൾ ഇവരും എന്തായിരിക്കും, ഇൻറ്റൻസ് ആയിട്ട് അവരുടെയും ഇമോഷണൽ സെൽഫ് റെഗുലേഷൻ അപ്പോൾ ഇമ്പയർഡ് ആവും. ബിക്കോസ് അവർക്ക് എക്സാമ്പിൾസ് ഇല്ലല്ലോ, എങ്ങനെ ചെയ്യണം എന്നറിയത്തില്ലാത്തതുകൊണ്ട് അത് ചിലപ്പം അഫക്റ്റഡ് ആകും. സോ ദിസ് മേക്സ്, അപ്പം എന്തിനും ഏതിനും കരയുന്ന അല്ലെ സെൽഫ് റെഗുലേഷൻ ഇല്ലാത്ത പിള്ളേരെ നോക്കാനും പിള്ളേർക്ക് പാടായിരിക്കും. സോ ഇവൻച്വലി പേരൻറ്റ് ചൈൽഡ് റിലേഷൻഷിപ്പിനെ അത് അഫക്റ്റ് ചെയ്യും. ആൻഡ് വെൻ കെയർ ഗീവേഴ്സ് ഫെയിൽ ടു റെഗുലേറ്റ് സ്ട്രെസ്ഫുൾ. അപ്പം ചില പേരൻസിന് ഈ ടെമ്പർ ടാൻട്രം കാണിക്കുന്ന പിള്ളേരെ ഒന്നും അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ ചെറുപ്പത്തിൽ പറയുന്ന, അല്ലെങ്കിൽ ചിലർ പറയും പിള്ളേരെ അധികം കരയിക്കരുതെന്ന് പറയും. അതിൻ്റെ ഒരു റീസൺ ഇവിടെ സ്റ്റഡീസ് പറയുന്നത് ദറ്റ് അഫക്ട്സ് ദ ബ്രെയിൻ സ്ട്രക്ചർ. അപ്പം സ്ട്രെസ്സിനെ കൈകാര്യം ചെയ്യാനുള്ള ആ ഒരു ബ്രെയിൻ സ്ട്രക്ചറിൽ പിള്ളേർ ചെറുപ്പത്തിൽ ഒത്തിരി കരയുമ്പോൾ അവിടെ അതിനെ അഫക്റ്റ് ചെയ്യും. ആൻഡ് ദിസ് ചൈൽഡ് ഇവൻച്വലി വിൽ ബിക്കം ആങ്ഷ്യസ് ആൻഡ് ഇമോഷണലി റിയാക്റ്റീവ് ചൈൽഡ് എന്നാണ് പറയുന്നത്. അപ്പം ഇതുകൊണ്ടാണ് പറയുന്നത്. പക്ഷേ ആസ് എ മദർ എനിക്കറിയാം ഇത് തിയറിറ്റിക്കലി ഇത് പ്രാക്ടിക്കലായിരിക്കും. പക്ഷേ നമ്മളിത് ശ്രദ്ധിക്കണം, പിള്ളേരെ അധികം കരയിച്ചതെന്ന് വെച്ചാൽ അവർ ആദ്യം തൊട്ടേ ഇമോഷണൽ ആവരുത്. വി ഷുഡ് ട്രൈ ടു റെഗുലേറ്റ് ദ ഇമോഷൻസ്. ഓക്കെ, സെക്കൻഡ് ഇയർ ആകുമ്പോഴത്തേനും അവർ ലാംഗ്വേജ്, നമ്മൾ പറയും ലാംഗ്വേജ്, പിയാഷയുടെ ഇതിൽ പറയുന്നില്ലേ, സെക്കൻഡ് ഇയറിൽ അവർ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിൽ റെപ്രസെൻറ്റേഷൻസ് ത്രൂ ലാംഗ്വേജ് ഒക്കെ വരും. അപ്പോൾ ലാംഗ്വേജ് വരുമ്പോൾ അവർ പയ്യെ അവർ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങും. അമ്മ എനിക്ക് വേദനിക്കുന്നു, അല്ലെ സങ്കടം വരുന്നു എന്നൊക്കെ അവർ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങും. പക്ഷേ ഇങ്ങനെ ടെമ്പർ ടാൻട്രംസ് ടെൻഡ് ടു ഒക്കർ ബിക്കോസ് ടോഡ്ലേഴ്സ് കനോട്ട് കൺട്രോൾ ദി ഇൻറ്റൻസ് ആങ്കർ. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ മിക്കവാറും പിള്ളേർ ടെമ്പർ ടാൻട്രംസ് കാണിക്കുന്നത് അവരുടെ ഡിമാൻഡ്സ് നമ്മൾ ഫുൾഫിൽ ചെയ്യാത്തപ്പോഴായിരിക്കും. ചിലപ്പോൾ വിശക്കുമ്പോഴോ ടയേർഡ് ആവുന്നോ. ഇത് പേരൻസിന് മനസ്സിലാക്കി അവരതിനെ കൈകാര്യം ചെയ്യുവാണെങ്കിൽ ഇറ്റ് വിൽ ബി ഈസി, അല്ലെങ്കിൽ അത് ഡിഫിക്കൽട്ട് ആകും. ആൻഡ് ടോഡ്ലേഴ്സ് ഹൂസ് പേരൻസ് ആർ ഇമോഷണലി സിമ്പത്തറ്റിക്. നമ്മളിപ്പോൾ പറഞ്ഞു ഇങ്ങനെ എന്താ പറയുക, കുറച്ച് പേഷ്യൻസ് ഉള്ള, അല്ലെങ്കിൽ കുട്ടികൾ കരയുമ്പോൾ അങ്ങനെ വരുമ്പോൾ നോർമലി അവർ ചെയ്യുന്നത് ദേ ഡിസ്ട്രാക്ട് ദ ചൈൽഡ്. അവരെ കരയുന്നോ എന്ന് ചോദിക്കാതെ വി ഷുഡ് ആക്ച്വലി ഡിസ്ട്രാക്ട് ദം സോ ദാറ്റ് അവരെന്ത് ചെയ്യും, അവരതിൽ നിന്ന് ശ്രദ്ധ മാറി അവർ കുറച്ചും കൂടി ഒരു അഡാപ്റ്റീവ് വേ ഓഫ് ഇമോഷണൽ റെഗുലേഷൻ അവർ പഠിക്കും. ആൻഡ് നമ്മൾ തിരിച്ച് ദേഷ്യപ്പെടുമ്പോൾ കൊച്ചു വിചാരിക്കും ഇങ്ങനെയാണ് ഇത് എന്താ പറയുക കൈകാര്യം ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കും. വേറെ നമ്മൾ ഇതുപോലുള്ള ടാക്ടിക്സ് യൂസ് ചെയ്യുമ്പോൾ ചിൽഡ്രൻ വിൽ ലേൺ സോഷ്യൽ സ്കിൽസ് ആൻഡ് they will be learning how to regulate their anger. അപ്പോൾ അതാണ് അവിടെ പറയുന്നത്. ആൻഡ് പേരൻസ് ആൻഡ് പേഷ്യൻസ് സെൻസിറ്റീവ് പേരൻസ് ഓൾസോ എൻകറേജ് ടോഡ്ലേഴ്സ് ടു ഡിസ്ക്രൈബ് ദെയർ ഇൻറ്റേർണൽ സ്റ്റേറ്റ്. അതുപോലെ തന്നെ യു ഹാവ് ടു ആസ്ക് യുവർ കിഡ് ലൈക്ക് വാട്ട് ഈസ് ദെയർ ഫീലിംഗ്. അങ്ങനെ ചോദിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും ഓക്കെ ദിസ് ഇസ് ഹൗ നമുക്ക് പറയാനും അതിനെ പേരൻസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യും. അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്താ പറയുന്നത് സൊല്യൂഷൻസ് നമുക്ക് പേരൻസിന് കൊടുക്കാനും പറ്റും. സോ ഇൻ ഇഫക്റ്റ് നമ്മൾ പറയുന്നത് എന്താ, ഇൻ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ സെൻസിറ്റീവ് സിമ്പത്തറ്റിക് ആൻഡ് എന്താ പറയുന്നത് അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള കെയറിങ് പേരൻ്റ് ആകുമ്പോൾ കുട്ടികൾ കുറച്ചും കൂടെ സോഷ്യൽ സ്കിൽസ്, ഇമോഷണൽ സെൽഫ് റെഗുലേഷനിൽ അവർ കുറച്ചും കൂടെ എന്താ പറയും എക്സൽ ആവാൻ അവർ ശ്രമിക്കും പറ്റും. സോ അതാണ് ഇൻഫൻസിയിൽ എങ്ങനെയാണ് കുട്ടികൾ സെൽഫ് റെഗുലേഷൻ വരുന്നതെന്ന് വെച്ചാൽ all these methods are used.